പ്രാണിക് ഹീലിംഗ് പാനൂർ സെന്ററിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയികൾക്കുള്ള ആദരവും നിർധന രോഗികൾക്കുള്ള ഭക്ഷ്യദാന കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. പി.കെ. പ്രവീൺ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ വിഷന്റെ ആംബു-1 പദ്ധതിക്കും ചടങ്ങിൽ തുടക്കം കുറിച്ചു. പ്രാണിക് ഹീലിംഗിന്റെ ലക്ഷ്യം തന്നെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഊർജത്തിലൂടെ പല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് തെളിയിച്ചതാണ് പ്രാണിക് ഹീലിംഗ്. ഈ മാഷെ സംബന്ധിച്ചിടത്തോളം എത്രയോ വർഷകാലമായി ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോവുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാണാൻ സാധിച്ചത് ഇതിൻ്റെ വക്താക്കളായത് എല്ലാം അധ്യാപകരാണ്. അരവിന്ദ മാഷായാലും ബാബു മാഷായാലും ഷൈജ ടീച്ചറായാലും രവി മാഷായാലും അധ്യാപകരാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ ഇതേപോലത്തെ പ്രവർത്തനങ്ങൾ സാമൂഹ്യ മേഖലയിലെ പ്രവർത്തനങ്ങളായി രംഗത്ത് വരുന്നത്. COA സംസ്ഥാന കമ്മിറ്റി അംഗം വി ജയകൃഷ്ണൻ, ഐലോജിക് ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് KP ശിവപ്രസാദ് എന്നിവർ ആംബു-1 ആംബുലൻസ് സേവന പദ്ധതി വിശദീകരിച്ചു. വിവരം അറിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും അടുത്തുള്ള അവൈലബിളായിട്ടുള്ള ആംബുലൻസിനെ എത്തിച്ച് ആളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കും. ഇനി ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ചെയ്യുന്ന മറ്റു ചില നടപടിക്രമങ്ങളുണ്ട്. ഈ ആംബുലൻസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ ഈ അപകട വിവരം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം വഴി നമ്മുടെ അടുത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത 5 ബന്ധുക്കളെ നമ്മൾ ഈ വിവരം അറിയും. അതാണ് രണ്ടാമത്തെ സംഘം. അപ്പോൾ ബന്ധുക്കൾ വിവരം അറിയും. ഇനി ബന്ധുക്കൾ വിവരം അറിയാൻ തന്നെ ഏത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത്, ആരാണ് കൊണ്ടുപോകുന്നത്, അത്രയും വിവരങ്ങൾ കൂടെ അറിയണമല്ലോ. അപ്പോൾ ആംബുലൻസ് നമ്മൾ ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ആംബുലൻസ് ഡ്രൈവറുടെ ഫോൺ നമ്പർ നമ്മൾ ഈ 5 ബന്ധുക്കൾക്ക് കൈമാറും. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ബന്ധുക്കൾക്ക് ആ പ്രദേശത്തെ കുറിച്ച് ഐഡിയ ഉള്ള ആൾക്കാരാണെങ്കിൽ അറിയാം, ഞങ്ങളുടെ ബന്ധുവായി ഇദ്ദേഹത്തിനെ ഇന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, ഞങ്ങൾ ആ സ്ഥലത്തേക്ക് എത്തിച്ചോളാം, അല്ലെങ്കിൽ അവിടെ വേണ്ടുന്ന അത്യാവശ്യ പേയ്മെന്റ്സുകൾ ഞങ്ങൾ ചെയ്യാം എന്ന് പറയുന്ന വിവരങ്ങൾ ബന്ധുക്കൾക്ക് നൽകാൻ കഴിയും. എല്ലാ 2 മാസത്തിലും ഇവിടുത്തെ ആവശ്യക്കാരായ ആളുകൾക്ക്, രോഗികളായ ആളുകൾക്ക് കൃത്യമായി ഭക്ഷണ കിറ്റുകൾ കൊടുക്കുന്നു എന്ന് പറയുന്നത് തികച്ചും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതൊരു ആശ്ചര്യത്തോടുകൂടി തന്നെയാണ് കാണുന്നത്. കാരണം ഏത് സംഘടന എടുത്തു നോക്കിയാലും ഏത് ഓർഗനൈസേഷൻ എടുത്തു നോക്കിയാലും അത് ഓണത്തിൻ്റെ ഒരു ചടങ്ങായി അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ ഒരു ചടങ്ങായി പേരിൽ നടത്തുന്ന കിറ്റ് വിതരണങ്ങളാണ് നമ്മൾ കൂടുതലും അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായി യഥാർത്ഥ ആവശ്യക്കാരനിലേക്ക് സേവനം എത്തിക്കുക എന്നുള്ളൊരു മഹത് കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ്. സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ T. രവീന്ദ്രൻ അധ്യക്ഷനായി. KK സജീവ് കുമാർ, V. അരവിന്ദാക്ഷൻ, E. സുരേഷ് ബാബു, ഷാജി കൊറോത്ത്, COA ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.